പിന്നെ ഇൻസ്റ്റയില് ഇപ്പം സബ്ബൊക്കെ തുടങ്ങിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇതിന് മുന്നേ കുറെ നാള് മുന്നേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഓർത്താണ്. പക്ഷെ എനിക്ക് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന്. എന്നിട്ട് സമയം കിട്ടിയില്ല. നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് ഇങ്ങനെ മുട്ടിന് ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും ഇങ്ങനെ പിന്നെ ദുബായ് ബഹറിന് അങ്ങനെ ഓട്ടമായത് കൊണ്ട് തുടങ്ങാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ തുടങ്ങി. അതുകൊണ്ട് നല്ല കട്ടിയാണല്ലേ. സന്തോഷം എന്ന് പറയട്ടെ, നല്ല കുറെ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ വന്നു. എത്രയാണ് സബ്? ഞാൻ ഫസ്റ്റ് 45 ആയിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പൊ 180 ആണ്. എന്തായാലും സബ് ഉണ്ടോ ഇപ്പൊ? എത്ര സബായി? എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെ എപ്പോഴും നോക്കാറില്ല. രാവിലെ എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പത്തേന് ജസ്റ്റ് നോക്കാറുണ്ട്, സ്റ്റോറി ഇടുമ്പത്തേന്. ഇപ്പൊ 400 കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും സത്യം അറിയോ, ഞാൻ ഒരു വലിയ സംഭവം. പക്ഷെ ഇത് രേണുസൂതി ഒരു സബ് ചെയ്തപ്പത്തേന് ഉള്ള വ്ളോഗേഴ്സ് നെഗറ്റീവ് പറയുന്ന കുറെ, ഞാൻ പേര് പറയുന്നില്ല, അവരെ പേര് പറഞ്ഞാൽ റീച്ച് ആക്കുന്നില്ല, വീണ്ടും റീച്ച് ആക്കുന്നില്ല. സോ അവരെല്ലാം കൂടെ എടുത്തിട്ടൊക്കെ കൊടയുവാണ്. എനിക്ക് മാത്രം ഒന്നും പറ്റില്ല. അങ്ങനെയൊക്കെ വഴിയില്ല, പണമാണ്, പൈസയാണ്. അപ്പം ഏത് മാർഗേന എന്നല്ല, നമ്മള് നല്ല കാര്യങ്ങളിലൂടെ തന്നെ. ഇപ്പൊ എനിക്കത് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ചെയ്തു. ഇത് ഒരുപാട് ആള് വരുമെന്ന് ഒന്നും ഉദ്ദേശം ഒന്നുമല്ല ചെയ്തത്. ഞാൻ ചെയ്തു. എന്തായാലും ഇത്ര ആൾക്കാർ വന്നു, നമുക്ക് നോക്കാം, മുന്നോട്ട് പോകാം. താൻ ഈ പറയുന്ന ഇടയ്ക്കൊക്കെ റെക്കോർഡ് ചെയ്ത് താൻ ഒന്ന് കേട്ടു നോക്ക്, നല്ല രസമാണ്. എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? നാളെ വരാം. നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറിനെതിരായ കേസിൽ വനിതാ ജീവനക്കാരുടെ വാദം പൊളിയുന്നു. ഞാൻ പറഞ്ഞില്ല ഒരു പന്നപ്ലാനാന്ന്, അതങ്ങ് പാളി. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് നമ്പറിൽ രാത്രി 2 മണിക്കും 3 മണിക്കും വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ തീയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാവിലെ നേരം വിളിക്കട്ടെ, അതുപോലും അവർക്ക് ക്ഷമയില്ല. അവർക്ക് രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങ് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. പട്ടി കഴിവരടാ മോളെ. എന്തിനാണ് ഇപ്പൊ ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരു ടൈം കഴിഞ്ഞിപ്പോ എല്ലാരും പെൺകുട്ടികളെ ഇപ്പൊ എന്തിനാണ് വിളിക്കുന്നത്? ഹസ്ബൻഡോ? അതെ, അതുപോലെയാണ് സംസാരിക്കുന്നത്. ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നതൊക്കെ വളരെ മോശമായ ഒരു കാര്യം തന്നെ. നിങ്ങൾക്കൊക്കെ നാണമില്ലേ?